ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ ക്യാമറയും കൊണ്ട് പോകുന്നവർ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പണി കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഒരു ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ ഇത്രയും കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് ഇതുപോലത്തെ കുറേമാരെ കൊണ്ട്. അതിനൊക്കെ നമ്മുടെ സഹാവ് വല്ലതും ആയിരുന്നെങ്കിൽ ഇവന്മാർ 10 അടി അല്ല 20 അടി മാറി നിന്നേനെ. എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നോക്കി ഇവന്മാരെ കൊണ്ടൊന്ന് മാറ്റി നിർത്താൻ വേണ്ടി. ഇവന്മാർക്കൊക്കെ എതിരെയുള്ള നല്ല തക്കതായിട്ടുള്ള നടപടിയും അതുപോലെ പുതിയ നിയമങ്ങളൊക്കെ ഉടൻ തന്നെ വരണം. അല്ലെങ്കിൽ ഇവന്മാർ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വലിഞ്ഞു കയറി വരും. കുറേ നീലക്കുയിലും കാക്കക്കുയിലും അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ. ഞാൻ ആ ഒരു പോലീസ് പങ്കുവച്ച അതിൻ്റെ ഒരു പോസ്റ്റും ബാക്കിയൊരു ചെറിയ ന്യൂസ് കൂടെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടു ചെല്ലുന്നവർ അറിയാനാണ് എന്ന പേരിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും ഇവന്മാരെ കൊണ്ടൊക്കെ ആർക്കും ഒരു എന്താ പറയുക സമാധാനത്തിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. സാധാരണക്കാർക്കല്ല, അല്ലാത്ത ഈ സിനിമയിലുള്ളവർക്കും പ്രമുഖരായിട്ടുള്ള പലവർക്കും. അവിടെയൊക്കെ ഇവന്മാർ ഈ ക്യാമറയും കൊണ്ടുവന്ന് ഇങ്ങനെ പോകും. എവിടെ കൂടെയൊക്കെയാണ് ഇവന്മാർ ക്യാമറ വെച്ചിരിക്കണമെന്ന് പോലും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഏറ്റവും അവസാനം നമ്മുടെ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കയറി വൈറലാകുമ്പോഴാണ് ഞങ്ങളുടെ ആ ഒരു വീഡിയോ ഇവർ എടുത്തിട്ടുണ്ടല്ലോ എന്ന് അറിയുന്നത്. ഈ വകുപ്പ് പ്രകാരം കേസെടുത്ത് ആ കുറ്റം തെളിഞ്ഞാൽ 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. അപ്പോൾ എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് ചോദിക്കാതെ കടന്നു കയറി വീഡിയോ എടുത്ത് അത് മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നവർ ഓർക്കുക, അഴിയെണ്ണും. നിങ്ങളെ കാത്ത് നിയമ നടപടികളുണ്ട് എന്നുള്ള കാര്യം. മിക്കവരും എന്താ പറയുക, ഇപ്പോൾ ജിമ്മിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ആയിക്കോട്ടെ, ഈ സെലിബ്രിറ്റീസും ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവിടെയൊക്കെ ഇവന്മാർ എവിടെയൊക്കെ അവന്മാർക്ക് ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ അല്ലെങ്കിൽ അവന്മാർക്ക് റീച്ച് കിട്ടാൻ എവിടെയൊക്കെ എന്തൊക്കെ വഴിയുണ്ടോ അവിടെയൊക്കെ അവന്മാർ കൊണ്ടുവന്ന് ക്യാമറയും സൂം ചെയ്ത് പിടിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കും. ഇവന്മാർക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? കല്യാണം ആയിക്കോട്ടെ, എന്ത് അടിയന്തര ചടങ്ങാണെങ്കിൽ പോലും അവിടെ വരെ അതിൻ്റെ അകത്തോട്ട് വായിക്കാത്ത കൊണ്ടുവന്ന് വെച്ച് ഫോണും എടുത്ത് വെച്ച് വീഡിയോ എടുത്ത് റീച്ച് ആക്കുകയാണ് ഇവന്മാരൊക്കെ മെയിൻ പണികൾ. ഇവന്മാരൊക്കെ അടിച്ചോട്ടിക്കണം. പെട്ടെന്ന് ഇവന്മാർ നിയമം വന്ന് 2 എണ്ണം അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ പകുതി ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു കാര്യം, മരണ വീട്ടിൽ പോകുമ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ പൊന്നാട അണിയിക്കാൻ വേണ്ടി വേറൊരു കിഴങ്ങായി. അവൻ്റെയൊക്കെ തലയിൽ എന്താണോന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അവനൊക്കെ തലയിൽ തലച്ചോറൊന്നും സാധനം ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടാ. ഇങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ എന്നാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതുപോലത്തെ അതപതിച്ച അവന്മാരെ കൊണ്ടുവന്ന്. പാർട്ടിയുടെ സ്നേഹവും പറഞ്ഞ് അവനെയൊക്കെ പച്ച മടൽ വെട്ടി അടിയും കൊടുത്ത് അവനെ ഓട്ടിച്ച് പറഞ്ഞു. വേറെ പല നോക്കിയാണ് പറഞ്ഞത് വായിക്കാത്തത്. ഒരു സാമാന്യ ബോധമില്ല അവന്മാർക്കൊക്കെ. പൊന്നാട അണിയിക്കായിരിക്കുന്നു മരണ വീട്ടിൽ പോകണ സമയത്ത്. ഓരോരുത്തന്മാർ ക്യാമറയും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കണം. ഈ വല്ലാത്ത ശല്യങ്ങൾ തന്നെയാട്ടോ ഇതൊക്കെ. വിവരം ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ക്യാമറയൊക്കെ കൊണ്ടുപോകണമെന്നോ അവർക്ക് ഒരു മര്യാദയില്ല, സാമാന്യ ബോധവും ഇല്ല. ആ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ നിലവിലുള്ളവർക്ക് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും അവർക്കൊന്നും അറിയണ്ട. അവർക്ക് എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ ക്യാമറയും ഫുൾ ചുറ്റുപാടും വേറെ പറഞ്ഞ ആൾക്കാർക്ക് പോലും ഒന്നും കാണാൻ പറ്റത്തില്ല. അമ്മാതിരി ഫുള്ള് ഇവന്മാർ ഈ ക്യാമറകളും ഫോണുകളും കൊണ്ടുവന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇവന്മാർ ഇൻ്റർവ്യൂ നടത്തി വേറെ പലതും നടത്തും. ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചോട്ടിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞ്. ഇനിയെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഈ നിയമം ഇങ്ങനെ മുന്നറിയിപ്പ് മാത്രം കൊടുത്താൽ പോരെ, എത്രയും പെട്ടെന്ന് ഇനി ഒരു നിയമം കൂടെ കൊണ്ടുവന്ന് ആരെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തു പറഞ്ഞ ഇവന്മാർക്കൊക്കെ ശക്തമായിട്ടുള്ള നടപടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ എണ്ണത്തിൻ്റെ ശല്യം പാതി ഒഴിയും. എന്നാലേ ഓരോരുത്തർക്കൊക്കെ ഇവർക്കൊക്കെ സമാധാനത്തിലായിട്ട് എങ്ങോട്ടെങ്കിലും പോകാനോ നിൽക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ വരെ ഇവന്മാർ ഇപ്പം വീട്ടിനകത്തിരിക്കുകയാണെങ്കിൽ ടെറസ് പൊളിച്ച് അവന്മാർ അവിടെ ക്യാമറയും വെച്ചിട്ട് സൂം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അവന്മാരാണ് കുറേ അവന്മാർ ഉള്ളത്. വല്ലാത്തൊരു കാലം തന്നെ കേട്ടോ ഇവന്മാരെ കൊണ്ട്. ഒരു മെയിൻ ശല്യങ്ങളിൽ ഒരു സാധനമാണ് ഇവന്മാർ. ആർക്കും അങ്ങോട്ടോ തിരിയാൻ പറ്റത്തില്ല. അയ്യോ, നീലക്കുയിൽ, കാക്കക്കുയിൽ, ഏതൊക്കെ കുയിലുകൾ ഓരോ ദിവസം ഓരോന്നിങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. അല്ല എന്ത് പറയാനല്ലേ.